അപ്പൊ തീരെ ഇഷ്ടമല്ല. അതാണ് നീ അങ്ങനെ പറഞ്ഞ്. നമ്മളെ ഫ്രണ്ടല്ല ഒന്നുമില്ലെങ്കിൽ അങ്ങനത്തെ വട്ടം ഇഷ്ടമില്ലാത്ത കൊത്തി ഇഷ്ടമുള്ളൂ. എത്ര 10 വട്ടോ 20 വട്ടോ എത്ര വട്ടോ? ഓക്ക് ദേഷ്യം പിടിച്ചിട്ട് തോപ്പിച്ചാല് ജയിച്ചിട്ടെങ്കില് സത്യം പറയാ അല്ല പെയ്യൂ അതോടെ മുഖത്തുണ്ട്. ഇതാ ആരെയാ പറയാ നല്ല സിമ്പിൾ പണിഷ്മെന്റ് വന്നത്. അതും ആരെ ഓർമ്മിപ്പിച്ചരാ. നാളെ എന്ത് വാലന്റൈൻസ് ഡേ ആണ്, നമ്മൾ നാളെ കാണ്ടാണ്. നാളെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് വേറെയാണ്. കേക്ക് അടിക്കണേ 2000 കഞ്ഞിക്കൽ അടിക്കാണ്ട്. ഓക്കെ മണവാട്ടി താങ്ക് യു സോ മച്ച്. ഇമ്രാനെ താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. ജയിക്കും തോക്കും നമുക്ക് വിഷയമല്ല. ജയിക്കും. ഞാൻ പറയട്ടെ, 1-2 ആള് നുപ്പൂക്കാനായിട്ട് ജോയിന്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുക ജയിക്കും തന്നെ. അത് 2 ലക്ഷം 1 ലക്ഷം സ്കോർ ഞാൻ നോക്കേയില്ല. അത് ഞാൻ പറഞ്ഞിരിക്കും. അപ്പോ 2 പറ്റുമെങ്കിൽ ബൂസ്റ്റിന് പറ്റുമെങ്കിൽ അടാ ബൂസ്റ്റിന്റെ ഉണ്ട് കേട്ടോ. നോക്കാം ഒരു കൈ ലാസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഒരു 100 200 500 വെച്ച് അടിച്ച് ചിലപ്പം നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. 500 ചിലപ്പോൾ 2000 ആവില്ല. 200 ഇട്ടാൽ 200ന്റെ ഒരു കഥ ഇല്ലായിട്ടും സാറിന് ഫൈസലെ താങ്ക് യു സോ മച്ച്. അപ്പം 2000 വരാണ്ടെന്നായി അത്ര വന്നില്ലെങ്കിൽ. ബൂസ്റ്റ് 2 കേറിയില്ലടാ. 2 കേറിയില്ലടാ. ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങളുടെ സൈൻ ഉണ്ടായിട്ടൊന്നും കാര്യമല്ല. അടിക്കാൻ അറിയുള്ള പിള്ളേര് വേണം. വിട് വിട് അത് വിട്. പണിഷ്മെന്റ് ഇട്. സത്യം ഞാൻ പിരിഞ്ഞു പോയി. അയ്യോ കറക്റ്റ് സ്കോറേനോടാ. നേരത്തെ അപ്പുറത്തേക്ക് പറയണേ, ഇതുപോലെ 0-ൽ അടിച്ച് പരിപ്പിളക്കാൻ കഴിവുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെയായിരുന്നേ മലപ്പുറം കത്തി, അമ്പും മുല്ലും മുഷിയും പിള്ളേർ അടുക്കുണ്ടായെന്നറിയപ്പോ അവനായി ശവമായി. ഞാൻ കാര്യം പറയട്ടെ മോളെ, പൊന്നു മോൾ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ അവിടെ സ്കോർ വെച്ച് നമ്മൾ സന്തോഷാ. ഇതെല്ലാം ആരാ വന്നിരിക്കുന്നേ? നുപ്പുക്കാൻ ടീം ഫുള്ളുണ്ട് കേട്ടോ. നുപ്പുക്കാൻ ടീം ഫുള്ള്. ട്രെയിൻ ഇങ്ങനെ വിട്ട് അങ്ങനത്തെ അവസാനം കണ്ണൂര് കാസർഗോഡ് നിന്ന് പിന്നെ തിരുവനന്തപുരം അവസാനിക്കുന്ന ടീമാ. ഞങ്ങൾക്ക് എന്താ ഓക്കെ, നീ പണിഷ്മെന്റ് പറ. പണിഷ്മെന്റ് ഫസ്റ്റ് പണിഷ്മെന്റ് പ്രപ്പോസ് ചെയ്യാൻ ഞാൻ പറയില്ല. കാരണം നിങ്ങൾ നാണില്ലാത്തവനാ. നിങ്ങൾ ചെയ്യൂ. പുറത്താടെ പോയെ ഒന്നും കൊടുക്കലും മൂക്കിനും കൂടി കൊടുക്കനും പറ. ഒന്നാമത്തെ അതുകൊണ്ട് ഞാൻ പണിഷ്മെന്റ് അത് പറയില്ല. സന്തോഷേട്ട കൊറേ കാലം കണ്ടിട്ട് പറയേ. ഒന്നാമത്തെ, നിങ്ങളുടെ മുട്ടയിൽ നിറച്ച് ഇൻഡു ഇട്ട് വെക്കുക. രണ്ടാമത്തെ, ഫുൾ ഇൻഡു ഇടണം. 1 ഇൻഡു 2 ഇൻഡു നിറയ്ക്കുന്ന. രണ്ടാമത്തെ പണിഷ്മെന്റ് വെച്ചാല് മൂക്കൊണ്ട് ചുമരില് മൂക്കുമ്മേ ലിപ്സ്റ്റിക്കോ എന്തെങ്കിലും തേച്ചിട്ട് ചുമരില് എന്താ എന്റെ ചുമരില് എല്ലാരും കട്ടക്കുന്നാടാ. പക്ഷെ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ 2000 അടിക്കും. അതുകൊണ്ടാണ് കളിച്ചത്. കേക്ക് കോക്കോമെലൻ ഹീറോ എന്ന് ചുമരിലോ ഗ്ലാസ്സിലോ പേപ്പറിലോ എന്തിലെങ്കിലും മൂക്കുമ്മില് ലിപ്സ്റ്റിക്ക് തേച്ചിട്ട് അത് വെച്ച് എഴുതണം. ഓക്കെ, പോയി പണി നോക്ക്. അതൊന്നും എടുക്കാൻ കഴിയില്ല. പോയി പണി നോക്ക്. പിന്നെ ഞാൻ ഇന്നലെ വരെ എടുത്ത പണിഷ്മെന്റ് ആണത്. മൂക്കിന്റെ മുകളിൽ ചെയ്താനാ മൂക്ക് പൊട്ടി പോവില്ലേ? ഇല്ല, മൂക്കിന്റെ ഇവിടെ ലിപ്സ്റ്റിക്കോ കൺവെൻഷൻ എന്തെങ്കിലും തേക്കുക. ഗ്ലാസ്സിൽ എഴുതിയാ മതി. ഗ്ലാസ്സില്ല. സുഖാണ് കുട്ടേട്ടാ. കട്ടനെടുക്കട്ടെ കുട്ടേ. ഓക്കെ, രണ്ടാമത്തെ പണിഷ്മെന്റ് പുഷപ്പ് കൈവേനാണ്.
പുഷപ്പ് ഞാൻ തരില്ല ഏട്ടാ. എനിക്കറിയാം ഏട്ടന്റെ ഫേവറേറ്റ് ആണ് പുഷപ്പ് എന്ന്. പുഷപ്പ് എടുക്കുന്ന ഏട്ടനൊരു പുഷപ്പ് ഡാൻസ് ഞാൻ ഏട്ടന് തരില്ല ഏട്ടാ. ഞാൻ കണ്ടോളാം. ഓക്കെ, ദിവസം കണ്ടല്ലോ. പറയും. ഒരു ഷർട്ട് എടുത്തിട്ട് തിരിച്ചിട്ടിട്ട് ബട്ടൺസ് ഇടുക, ഊരുക 5 വട്ടം. 5 വട്ടം ചെയ്തില്ലെങ്കിൽ ഒരു 3 വട്ടമെങ്കിലും. ഒരു ഷർട്ട് എടുക്കുക, തിരിച്ചിടുക, ബട്ടൺസ് ഇടുക, ഫുള്ള് ഊരുക, ഇടുക, ഊരുക. ഓക്കെ, 5 വട്ടം ചെയ്താൽ മതി. സിമ്പിൾ. ഓക്കെ, മൂന്നാമത്തെ പണിഷ്മെന്റ് എണീറ്റ് നിന്നിട്ട് സല്യൂട്ട് അടിക്കുക. എനിക്കല്ല, എന്റെ ടീമിന്. ഓക്കെ, ഒന്ന് സല്യൂട്ട്, രണ്ടാമത്തെ ഷർട്ട് തിരിച്ചിടുക, മൂന്നാമത്തെ ഫസ്റ്റ് പണിഷ്മെന്റ് ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? ഡോട്ട് ഡോട്ട് ഇടാം. ഡോട്ടല്ല, ഇൻഡു. ഇൻഡു എന്നിട്ട് ഡോട്ട് തന്നെ. ഡോട്ട് എന്ന് പറഞ്ഞാൽ കുത്ത്, ഇൻഡു. ഇൻഡു എന്നിട്ട് ഡോട്ട് ഇട്ടാ പോരെ? ഇങ്ങനല്ലേ ഇറക്കണ? എന്തെങ്കിലും ഒക്കെ ഇട് നിങ്ങള്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ മാച്ച് ആട്ടാ. ഒരു ലാസ്റ്റ് മാച്ച് കളിക്കാം. അല്ല, നിങ്ങള് അതെന്ത് കഥയാ പൊന്ന? ലാസ്റ്റ് മാച്ച് അങ്ങനെ ഒരു കണക്കൊന്നും ഇല്ലല്ലോ. നമ്മളങ്ങനെ പ്രതികാരത്തിൽ കളിക്കുന്നുണ്ടാ. സ്ലാങ് കൊണ്ടുള്ള പണിഷ്മെന്റ് അല്ലേ തെറ്റുള്ളൂ. ഒരു പ്രതികാര ഭാഷയൊന്നും കളിക്കുന്നില്ലല്ലോ. കളിയല്ലേ, ഗെയിമല്ലേ, ഒരു കളി കളിക്കാം, രസമല്ലേ? ഓക്കെ, അടുത്ത ഒരു മിനിറ്റ് എടുക്കട്ടെ. ബ്ലാക്ക് എടുക്കട്ടെ. ഓക്കെ, ഫൈനൽ മാച്ചാ. ഡോട്ടിട്ടാ പോരാ. ഒരു മിനിറ്റ്. ഈക്വലി നിന്നെ ജയിക്കാൻ മുടിയാത്. ഇത് ജയിക്കില്ല. ഇതിന് പൂക്ക പറയുന്നത് ജയിക്കൂല എന്ന് പറഞ്ഞാൽ ജയിക്കൂല. ചുമ്മാ പറഞ്ഞതല്ല. മതിയാ ആവിർന്ന്. ഓക്കെ അല്ലേ? ഇതിപ്പോ ഇനി കൈകിന്റെ പണി ജയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോ കൈകാനാണ് ഭയങ്കര പ്രശ്നം. ഇത് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം അറിയാം. ഇനിയിപ്പോ ഒരു മണിക്കൂറായിട്ട് ഉണങ്ങാണ്ട് കേൾക്കാൻ പറ്റില്ല. ഫാനിൽ ഇട്ട് ഒരു കഥ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാച്ച്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാച്ച്. സിമ്പിൾ. ഇത് ഞാന് പുഷ്പം പോലെ, ഒരു പൂ പറിച്ച് ചാടുന്ന പോലെ. അവസാനം താൻ പറഞ്ഞില്ലേ ഇതിന് സ്നൈപ്പ് അടിക്കാൻ പാടണം അല്ലേ? ഒരു പൂ പറിച്ച് ചാടുന്ന പോലെ കളി ഞാൻ ജയിച്ചിരിക്കും. അതിനെന്താ, ഗെയിം ആവുമ്പോ ഒരാള് ജയിക്കും, ഒരാൾ തോൽക്കും. ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂസ്. താങ്ക് യു SP, താങ്ക് യു ഒസി, താങ്ക് യു നൗഫി, താങ്ക് യു സോ മച്ച് എടാ. സീക്ക, താങ്ക് യു സോ മച്ച് ഗൈസ്. നൗഫി, താങ്ക് യു സോ മച്ച്. ജയം തോൽവിയൊക്കെ ഗെയിമിന്റെ ഭാഗമാണ് അല്ലേ പിള്ളേരെ? ഭാഗമാണ് ഗെയിമിന്റെ ഭാഗമാണ്. മേ ബി ജയിക്കും, മേ ബി തോൽക്കും. സത്യം പറഞ്ഞൂടാ. യാ, അത്രേ ഉള്ളൂ. എനിക്ക് ചിലപ്പോ ജയിക്കുമായിരിക്കും, ചിലപ്പോ തോൽക്കുമായിരിക്കും. കളർ ഒറ്റയ്ക്ക് ഓടിയ ജയിക്കൂലല്ലോ. അതാണ് ഒറ്റക്കൂടെ ജയിക്കും. ഇത് ഞാനാ പറയുന്നത്. അല്ല, ഞങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല. ഞങ്ങൾ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം നിങ്ങക്ക് മനസ്സിലായില്ല. അല്ല, ചില അർത്ഥങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കും. സൈന, ലവ് യു സോ മച്ച് മോനെ. മുത്ത ലവ് ആണ്, ലവ് യു. 27 ലെവലും 27 എന്റെ കൂടെ ഇരുന്നിട്ട് 27 ലെവലും എന്റെ കൂടെ ഇരുന്നിട്ട്
എന്റെ കൂടെ 26 ID ഉണ്ടാക്കിയിട്ടും ആ 26 IDയിലും എനിക്ക് മാത്രം ഗിഫ്റ്റ് അടിച്ച ആളാണ് എന്നെ നേരത്തെ ജയിപ്പിച്ചത്. ആര് 26 ID ഉണ്ടാക്കിയിട്ട് ഈ 26 IDയിൽ എനിക്ക് തോന്നുന്നു 3 ഐഡിയോളം 30 ലെവലിന് മുകളിലെത്തിച്ച് ബാക്കിയുള്ള ഐഡികളെല്ലാം 25 ലെവലിന് മുകളിലെത്തിച്ച് 26 ID ഉണ്ടാക്കിയിട്ട് എന്നെ നേരത്തെ ജയിപ്പിച്ചു. ഞാൻ പറയട്ടെ, എന്റെ കാര്യം പറയട്ടെ, എന്റെ കൂടെ ഇരുന്നിട്ട് 26 ലെവലില് 3 ആളെ കിറ്റും കൊടുത്തേ അടിച്ച ആളുണ്ടല്ലോ, വേറൊരാൾക്ക് ഇന്ന് വരെ ഒരു ഫ്ലവർ പോലും അടിച്ചിട്ടില്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഷുട്ടു ലവ് യുടാ. നീ ഇത് കാണുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലവ് യുടാ. ബിക്കോസ് നീ ഇന്ന് വരെ ആ ഒരു കാര്യത്തിൽ എനിക്ക് നീയും പാച്ചുക്കാക്കും ആ ഒരു കാര്യത്തില്. അത് എന്റെ ലെവൽ വന്ന് 27 ലെവലില് വേറെ ക്രോസ് അടിച്ചില്ല ഈ അക്കൗണ്ട്. അത് ഞാൻ കണ്ടിട്ട് ഞാൻ അവന്റെ ലൈവ് കണ്ട് കയറി പോക്കുണ്ട്. പക്ഷെ ജോയിൻ ചെയ്താലും ഞാൻ കണ്ടിട്ടില്ല. അവനും പാച്ചുക്കാക്കും പൊളിയാണ് സത്യം. ചങ്കെടുപ്പാണ് പാച്ചുക്കാക്കും. അതെ, പാച്ചുക്കാക്കിനും ഉണ്ട് ഒരുപാട് ഐഡിയ ഉണ്ട്. പക്ഷെ മൂപ്പര് വേറൊരാൾക്ക് പോയി അടിക്കില്ല. സെയിൻ മാലിക് അടിച്ചിട്ടുണ്ട്. അതെന്തോ ആവട്ടെ, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അവരുടെ ടീമിന്, നമുക്ക് നമ്മുടെ ടീമിനെ കുറിച്ച് അറിയത്തുള്ളൂ. മറ്റുള്ളവർ എനിക്ക് ഈ സെയിൻ ആരെന്ന് പോലും അറിയത്തില്ല. ഞാൻ മറ്റുള്ളവരുടെ ലൈവ് പോയി കാണാറ് പോലും ഇല്ല. നുപ്പുക്കാക്കും അറിയാം. ഞാൻ നുപ്പുക്കാന്റെ കൂടെ കളിക്കുമ്പോൾ അല്ലാണ്ട് എനിക്ക് ഞാൻ കാണാറോ അങ്ങനെ പോയിരിക്കാറോ മറ്റുള്ളവർക്ക് ആരും സപ്പോർട്ട് ചെയ്യുക അവരുടെ PM അങ്ങനത്തെ ഒന്നും ക്യാരക്ടർ എനിക്കില്ല. ഞാൻ പുകഴ്ത്തൊന്നുമല്ല, അതിനെ ഇതാക്കൊന്നുമല്ല, സത്യം പറഞ്ഞതാ. സോ അവരുടെ സപ്പോർട്ടേഴ്സ് അവർക്ക് വലുതാണ്, നമുക്ക് നമ്മുടേതും അത്രേ ഉള്ളൂ. കിഡ്നിയാ സംഭവം. അത് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മളെ കിഡ്നിയാ. സാധാരണ ഒരു ഗേൾസിനെ പ്രയോഗം ചില ആൾക്കാർക്ക് ഇങ്ങനെ കട്ടക്ക് നോക്കും. പക്ഷെ ഒരു ബോയ് ആയിട്ട് എൻ്റെ ഇപ്പം കട്ടക്ക് ഞാൻ കണ്ടേര് അസൈന. അതിന് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നുപ്പൊക്കെ പറഞ്ഞില്ലേ ഗേൾസിന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്നു, അങ്ങനെയല്ല. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഗേൾസിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഗേൾ ആയതുകൊണ്ട് നിൽക്കുന്നു എന്ന് കരുതരുത്. അങ്ങനെയല്ല. സാധാരണ ഒരു കട്ടക്ക് ഒരാൾ തന്നെ ഒരാണുങ്ങളൊപ്പം തന്നെ ഒപ്പം ഇരിക്കുന്ന ഞാൻ കാണല്ല. അങ്ങനെയല്ല, അവർ അപ്പുറം ഇപ്പുറം മാറിയിട്ടെല്ലാം പോകാറുണ്ട്. അങ്ങനെ കാണാറുണ്ട്. സോ അങ്ങനല്ലാതെ എനിക്ക് 27 ലെവൽ ഞാൻ കണ്ടത് ഇവിടെ തന്നെ അടിച്ച ഒരു ലെവൽ വരെ ഒരു 1000 പോരാനെ വേറെ അടിച്ച അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ആദ്യം ഞാൻ പറഞ്ഞത് സാധാരണ ഉണ്ട്, ഇല്ലാന്ന് പറയൂല. 50 ലെവൽ ഒരാൾക്ക് തന്നെ അടിച്ച ആൾക്കാരുണ്ട്, 40 ഒരാൾക്ക് തന്നെ അടിച്ച ആൾക്കാരുണ്ട്. അതില്ല പറഞ്ഞില്ല. പക്ഷെ ജസ്റ്റ് ഒരു ആ ഒരു ഇത് മാത്രം പറഞ്ഞ ഓക്കെ. ഇതിലൊരു പണിഷ്മെന്റ്, മുഖം ബ്ലാക്ക് ആക്കുക, പകുതി ഫുള്ള് ബ്ലാക്ക് ആക്കുക. രണ്ടാമത്തെ പണിഷ്മെന്റ് മൂക്കിൻ്റെ അവിടെ മാത്രം ബ്ലാക്ക് ആക്കിയിട്ട് ഒരു കണ്ണാടി എത്തിയിട്ട് എന്നാ നീ പറഞ്ഞാൽ കാണുന്ന ഇതാണ് നീ ഇച്ച മാത്രം എഴുതി നമ്മൾ വെറും ചാന്ന് എഴുതി ഇച്ചയില്ലേ അത് മാത്രം എഴുതിക്കോ. മൂന്നാമത്തെ പണിഷ്മെന്റ് അന്ന് നോക്കി പ്രപ്പോസ് ചെയ്തോ. സൈൻ മാലിക ഇവിടുത്തെ ഫുൾ ടൈം ഉണ്ട്. മാറ്റൂല 3 മാറ്റൂല. ഓക്കെ എടുക്ക്, അനക്ക് തന്ന പണിഷ്മെന്റ്. ഓക്കെ എടുക്ക് പോയിട്ട് മൂന്നാമത്തെ മാറ്റിത്താ. ഞാൻ ഒരു മാറ്റമില്ല. പ്രസന്റ് ഞാൻ ഇന്നൊരാളെ പ്രപ്പോസ് ചെയ്യണമെന്ന് കരുതി ഇരുന്നതാണ്. പ്ലീസ് എടുത്തോ, ഒരു പ്രശ്നമില്ല. പ്രപ്പോസ് നല്ല സന്ന ഇഷ്ടോ, നല്ല മൊഞ്ചന എടുത്തോ, എടുത്തോ, ഒരു മാറ്റമില്ല. 1.5 മണിക്കൂറാണ്. അത് എനിക്ക് ഒരു ലൈവിൽ എനിക്ക് കയറാൻ പറ്റൂല. വേണ്ട, ഓന്റെ പേര് പറയണ്ട, ഓർക്ക് ഇഷ്ടമല്ല. സുമുഖനും സുന്ദരനുമായ നിങ്ങൾ എന്തിനു മാറ്റം മാറുന്നു? എടുക്കൂ. അന്റെ ഇത് കഴുകണമെങ്കിൽ 1 മണിക്കൂർ വേണം സമയം. 1 മണിക്കൂർ. എനിക്ക് പ്രപ്പോസൽ സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾ ഹാർഡ് ആയിട്ട് എന്തെങ്കിലും തന്നോ വേണമെങ്കിൽ വേണ്ട എടുത്തോ. പ്രപ്പോസൽ നമുക്ക് സിമ്പിൾ മതി, വെരി സിമ്പിൾ. എനിക്ക് ഇഷ്ടം. നമ്മൾ ഈ പണിഷ്മെന്റ് നമ്മുടെ കയ്യിൽ വെറും പണിഷ്മെന്റിന്റെ എങ്ങനെ ഫോക്കസ് ചെയ്യലല്ല, കളി ജയിക്കുക, നമുക്ക് ജയിച്ച് കാണിക്കുക. അത് നമ്മളെ മെയിൻ. ബാക്കി നമ്മളെ മെയിൻ അല്ല, അത്ര വലിയ മെയിൻ അല്ല. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. പ്രപ്പോസ് എടുത്തോ മോളൂസ്, അതെടുത്തോ. വാലന്റൈൻസ് ഡേ നാളാ ഉഷാറായിട്ട് പ്രപ്പോസ് പറയുമ്പോൾ ആ ഒരു ഫീല്, ആ ഒരു ലവ്, ആ ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റുകളൊരു സംഭവമായിരിക്കണം. നിങ്ങളൊക്കെ എന്നെ കണ്ടതും എന്നെ കാണാൻ പോകുന്നതും എന്നെ കണ്ടത് എനിക്ക് ആ വന്നതും ആ ക്രഷ് വന്നതും എന്നോട് നിങ്ങൾക്ക് പറയാൻ തോന്നിയതും എൻ്റെ വഴിയിൽ നടന്നതും അങ്ങനെയൊക്കെയുള്ള സ്റ്റോറി ആയിരിക്കണം. അതിലും വേറെ നിങ്ങൾക്ക് ഇത്ര നീളമുള്ള ഒരു കയറ് തരാൻ പറ്റുമോ? ഞാൻ ഇരിക്കട്ടെ. അല്ലെങ്കിൽ കറുപ്പ് എടുക്കുക, എനിക്കന്നല്ല കറുപ്പ്, പിന്നെ ഇക്ഷ വറക്കാൻ തന്നല്ല എടുക്ക്. തന്നതേ തരും നോക്ക്, ഞാൻ വേറെ തരൂല. അതന്നെ വാലന്റൈൻസ് ഡേ തന്നെ എടുക്കണം.
എടുക്ക് നല്ല കിട്ടുകയും ചെയ്യണം എനിക്ക്, നാളെ ഒരു ആവശ്യമുണ്ട്. എടുക്ക് ഭർത്താൻ നിർത്ത്. ഒരു ഉപ്പൂക്കല്ല എടുക്ക് ക്ലാസ്സിലും വെക്ക. ഇത് മയക്കാൻ പറ്റുന്നില്ലല്ലോ ഒരു കഥ. എനിക്ക് കളി വേണ്ട പോയി പണി നോക്ക്. വടക്കിന്റെ കളിയാണ് നീ കളിക്കുന്നേ. എനിക്ക് കളി വേണ്ട, കൊറേ കളിച്ച്. നേരത്തെ നിങ്ങൾ ലാസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞപ്പോ ഞാൻ കളിച്ചില്ലേ കളി? ഇവിടെ ആരും ഇല്ലാണ്ട് ഇത്ര ധൈര്യത്തിൽ ഞാനത് എടുക്കുന്നുണ്ടല്ലോ, ഞാൻ ഗെയിം ഇടുന്നുണ്ടല്ലോ. തോറ്റോട്ടെ സാറില്ല, കളിച്ചോ. വളരെ സന്തോഷമല്ല. പറ പണിഷ്മെന്റ് പറ. നമ്മൾ പറഞ്ഞപ്പോ കളിച്ചല്ലോ സാറില്ല, അതുകൊണ്ട് നമുക്ക് എടുക്കാം. നമ്മള് കളിക്കോ പറഞ്ഞ് സൈൻമാലിക്കയുടെ മിണ്ടാണ്ടിരിക്കൂ. ഓക്കെ, സത്യം പറയാലോ നൊപ്പുക്ക, വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു 1-2 പേരുടെ അടുത്ത് എങ്ങാണ്ടാണ് എനിക്ക് പ്രണയം തോന്നിയിട്ടുള്ളത്. അത് ഞാൻ വാലന്റൈൻസ് ഡേ അങ്ങനെയൊന്നും പറഞ്ഞതൊന്നുമല്ല, ജീവിതത്തിൽ സംഭവിച്ചു പോയൊരു ആക്സിഡന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ മനസ്സിൽ ഒരാളെടുത്ത് ആഗ്രഹം തോന്നി, അത് തുറന്നു പറയാൻ അതിനു വേണ്ടി ഒരു ദിവസം കാത്തിരുന്ന് അത്രയും നാളും ആ ഇഷ്ടം. നുപ്പുക്കാക്ക് ഓർമ്മയുണ്ടോ അറിയില്ല, എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പാണ് നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത്. അതൊരു ഫംഗ്ഷൻ്റെ ഇടയിൽ വെച്ചിട്ടായിരുന്നു. അന്ന് അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷെ അവിടുത്തെ കളർ തീം വന്ന് ബ്ലാക്ക് ആയിരുന്നെന്ന് തോന്നുന്നു. ആ ബ്ലാക്കിൽ അത്രയും ആൾക്കാരുടെ ഇടയിലും ആ ബ്ലാക്കിൽ നിങ്ങളുടെ അത്രയും ഭംഗിയായിട്ട് എനിക്ക് അന്നാരും ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എത്ര പ്രായം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ എന്താ പറയുക, അന്ന് എൻ്റെ മനസ്സിൽ ആ ഒരു +2 പഠിക്കുന്ന ഒരു കൊച്ചെറുക്കനും പെണ്ണും ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആദ്യമായിട്ട് ഞാൻ നുപ്പുക്കാനെ കാണുന്നു, പ്രപ്പോസ് ചെയ്യുമ്പോൾ നുപ്പുക്ക അത് എങ്ങനെ എടുക്കും എനിക്കറിയില്ല. അപ്പോൾ ഒരു പേടിയും എന്താ പറയുക ചമ്മലോ എല്ലാം കൂടി അന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷെ ഇനി ഞാനത് പറയാതിരുന്നാൽ ചിലപ്പോൾ എനിക്കിനി അതിനൊരു അവസരം ഉണ്ടായില്ലെങ്കിലോ, ബിക്കോസ് ഇനി ടിക്ടോക്ക് എങ്ങാനും നാളെ ടിക്ടോക്ക് നിർത്തിപ്പോയാൽ എനിക്ക് പിന്നെ, കാരണം പേഴ്സണൽ കോണ്ടാക്ട് നമ്പർ പോലും നമ്മൾ തമ്മിൽ ഷെയർ ചെയ്തിട്ടില്ല അല്ലേ? പ്ലീസ് ഇവിടെ താഴെ കമന്റ്സ് അന്ന് മുടി ഉണ്ടായിരുന്നു. ഇനി ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഉപ്പുക്ക എനിക്ക് ചിലപ്പോ ഇനി അവസരം കിട്ടില്ലെന്നൊക്കെ ഒരു ടെൻഷൻ, അതുകൊണ്ടാണ് ഞാനത്. പിന്നെ അത് പറയാൻ ഇതുപോലെ നല്ലൊരു ദിവസം ഇനി എനിക്ക് കിട്ടുകയും ചെയ്യില്ല. സോ ഞാൻ ഇന്ന് തുറന്നു പറയാണ്. നുപ്പുക്ക ചിലപ്പോൾ നോ പറയുമായിരിക്കും, പക്ഷെ നുപ്പുക്കാൻ്റെ ആ ഒരു നോ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അത് ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പൊ കൂടെ എൻ്റെ നോ ആയിരിക്കാം, മേ ബി നോ ആയിരിക്കാം. അങ്ങനെയാണെങ്കിലും അത് പറയണ്ട. യെസ് ആണെങ്കിൽ മാത്രം ഒന്ന് ചിരിച്ചാൽ മതി, അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ ഞാൻ അത് പറയാണ്. നുപ്പുക്ക, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതിലും ഭംഗിയായിട്ട് പറയാനൊന്നുള്ള വിവരമൊന്നും എനിക്കില്ല. എന്തായാലും ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ, മരിക്കുകയാണെങ്കിലും നിങ്ങളുടെ കൂടെ, അതാണ് എൻ്റെ ആഗ്രഹം. പറയണെങ്കിൽ ഞാൻ കണ്ണുകൊട്ടി അവളോട് കിളവാ. അതൊന്നുമില്ല, നീ പറഞ്ഞേ ഐ ലവ് യു പറയാൻ മറന്നുപോയി. ഐ ലവ് യു പറയാൻ മറന്നേ. ഐ ലവ് യു വേണ്ട എനിക്ക്, അത് മതി. പൊളിച്ച് സത്യം പറയട്ടെ, നിന്റെ ശരിക്കും എനിക്ക് തോന്നുന്നു എനിക്ക് എന്നോട് റിയൽ ലവ് ഉണ്ടെന്ന്. നിന്റെ വർത്താനത്തിന് ഫീലാണ് കാണുന്നത്. എനിക്ക് ഇവിടെ വർത്താനത്തിൽ എനിക്ക് ലവ് വന്നു. ഇവിടെ ബെല്ല് വിളിച്ചപ്പോ ഞാൻ വെച്ച് കളി തോക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സെയിൻമാലിക്ക് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ വന്നിട്ടുണ്ട്. ഉപ്പുക്കാന്റെ വേറെ കിഡ്നി വന്നിട്ടുണ്ട്. 4 മാസമായിട്ടും ലൈവില് വരാത്ത സന്തോഷന്റെ പേര് അന്നും ഇന്നും വിളിക്കുന്ന എന്റെ മുത്തുപണി വന്നിട്ടുണ്ട്. ഓക്കെ, 4 മാസമായിട്ടും ലൈവ് ജോയിൻ ചെയ്തില്ലെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ ഞാൻ കോൾ ചെയ്യും. ആ പേര് സന്തോഷേട്ടൻ. ആ ചങ്കിടി പോയി ചോദിച്ചു നോക്ക്, പറഞ്ഞുതരും. ആര് ചോദിച്ചാൽ വന്നിട്ടുണ്ട്. എന്ത് ചൂടാൻ, ചിലത് കാണിക്കാനോ ചിലത് കാണിപ്പിക്കാനോ കുറച്ച് ദിവസം, 1-2 ദിവസമേ കാണുള്ളൂ. ഓക്കെ, ഞാൻ കൊറേ നാളായിട്ട് കാണാണ്ടിരിക്കുക, കാണിക്കരുതെന്ന് പറഞ്ഞു.
എനിക്ക് കാണിച്ചു തരാം. ഞാൻ ആദ്യം പറഞ്ഞ കാസർഗോഡ് വിട്ടാല് തിരുവനന്തപുരം എന്ന് നിൽക്കുന്ന ട്രെയിൻ ഉണ്ട്. ആ ട്രെയിന് ഏത് ചങ്ങല പിടിച്ചു വെച്ചാലും കിട്ടൂല. ഓക്കെ, ഒരു ചങ്ങല വെച്ചാലും കിട്ടൂല, ഒരു വെച്ചാലും കിട്ടൂല. ഓക്കെ, മനസ്സിലായി. എനിക്ക് ആരുമില്ല. ട്രെയിൻ പുറപ്പെട്ടു തുടങ്ങി. യെസ്, പിള്ളേർക്കെല്ലാം അറിയാം, പിള്ളേർക്കെല്ലാം അറിയാം. ആ ചങ്ങായി വന്ന ഒരു പ്ലെയിനാണ്. അതുപോലെ സെയിൻ മാലിക്ക് അത് വന്ന വേറെ ഒക്കെ. ലവ് യു ആണ് സൈന, ലവ് യു സോ മച്ച്. ഒരിക്കലും മറക്കാൻ